നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. എനിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും വേണ്ടിയുള്ള ഫുഡ് ഐറ്റംസ് ആയിരിക്കും അല്ലേ? ശരിയാ, ദേ ഇത് മുഴുവൻ നിനക്കുള്ള ഫുഡ് ഐറ്റംസാ. എടുത്ത് കഴിക്ക്. അല്ല, സ്കെച്ചും പ്ലാനും ഒക്കെ എവിടെ? സ്കെച്ചോ? ആ, മോൾക്ക് പുതിയ വീട് വെക്കാനല്ലേ ഇഷ്ടിക? അപ്പോ വീടിന്റെ സ്കെച്ചും പ്ലാനും എവിടെന്നാ ചോദിച്ച? അരണേ, അടുത്ത പെട്ടി തുറക്ക്. ശരി ചാ. അരണേ, അടുത്ത പെട്ടി തുറക്ക്. ശരി ചാ. എന്താ മമ്മി? മതി മതി, പെട്ടികള് തുറന്ന് കണ്ടെടുത്തോളം മതി. എല്ലാം മനസ്സിലായി. ഗർഭിണിയായ മകളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു അമ്മയെ ഞാൻ ആദ്യത്തെ കാണാൻ. എല്ലാരും വാ, അമ്മയെ മകളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. റിച്ച് ഫുഡ്സ് എല്ലാം എടുത്ത് അമ്മയും മകളെ ശരിക്കും കഴിക്കട്ടെ. വാ, നമുക്ക് പോവാം. അല്ല, ഞാൻ ശരിക്കും കൊണ്ടുവന്ന റിച്ച് ആയ ഫുഡ് ഐറ്റംസാ. ഇതിവിടെ മനഃപൂർവ്വം ആരും എടുത്ത് മാറ്റിയതാ. ശരിയാ, ഇത് ശ്യാമ ചെയ്തതാവും. ഇവളുടെ വീട്ടിലല്ലേ ദാരിദ്ര്യം? നിർത്തടി. വേണ്ടാത്ത ഓരോന്ന് കാണിച്ചിട്ട് ആ കുറ്റം മറ്റുള്ളവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കാനാണ് നിന്റെ ശ്രമം. അതിനിവിടെ നടക്കില്ല. അരുൺ, മതി, തൃപ്തിയായി. നീ വന്നേ. അരുണെ വരാനാ പറഞ്ഞേ, വന്നേ. നീ വന്നേ. മമ്മി എന്തായാലും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാ. മോളും മമ്മിയോടൊപ്പം പോകുന്നതാ നല്ലത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി കൂടുതൽ എനിക്ക് സംസാരിച്ചിരിക്കാൻ സമയമില്ല. രണ്ടാളും ഇപ്പൊ പുറപ്പെട്ട എത്രയും വേഗം തന്നെ അങ്ങെത്താം. അരുൺ എന്താ പറയുന്നത്? മനസ്സിലാവുന്നില്ല. കൊണ്ടുവന്ന ഈ ആക്രി സാധനങ്ങളും പെട്ടികളും ഒക്കെ എടുത്ത്
രണ്ടാളും ഈ വീടിന്റെ പടി ഇറങ്ങാനാ പറഞ്ഞത്. സ്വയം രണ്ടാൾക്ക് തോന്നി ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ? മമ്മി, ദേ, ഇതൊക്കെ പറക്കി കെട്ടിക്കൊണ്ട് രണ്ടാളോട് ഇവിടുന്ന് ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങാൻ. ഈ നിമിഷം നിന്റെ പുന്നാര മമ്മിയെ വിളിച്ചോണ്ട് ഈ വീടിന് പുറത്തിറങ്ങാൻ. അരുണേ, അത് എടി, നിന്നോടല്ലേ ഇറങ്ങാൻ പറഞ്ഞത്? ഇറങ്ങടി അങ്ങോട്ട്. എണീക്ക്, എണീക്ക്. ശ്യാമേ, ശ്യാമേ, മാറി നിൽക്ക്. ശ്യാമേ, ശ്യാമേ, ഇല്ല, ശ്യാമേ, മാറി നിൽക്കാൻ. ശ്യാമേ, എന്റെ ശ്യാമേ, എന്നെ രക്ഷിക്ക. ഒരു ഗർഭിണിയുടെ വിഷമം നിനക്കറിയില്ലേ? എന്നെ കൈവിടരുതെന്ന് അരുണോട് പറ ശ്യാമേ. നീ പറഞ്ഞാൽ അരുൺ കേൾക്കും. ഇല്ല. ഏട്ടാ, എന്റെ പൊന്നു ശ്യാമേ, അരുണോട് പറ, എന്നെ ഉപേക്ഷിക്കരുതെന്ന് പറ. ദേ, ശ്യാമ വെറുതെ ഈ കാര്യത്തിൽ ഇടപെടരുത്. ഏട്ടാ, പോട്ടെ. ഒരു പ്രാവശ്യം കൂടി ഏട്ടാ ക്ഷമിക്ക. ദേ, ശ്യാമേ, വേണ്ട. ശ്യാമ എന്നോടൊന്നും പറയണ്ട. ഏട്ടാ, ഒന്നുമില്ലെങ്കിലും അരുണേന്റെ കുഞ്ഞ് ഐശ്വര്യയുടെ വയറ്റിലില്ലേ? അത് മറക്കാൻ പാടുണ്ടോ? ആ കുഞ്ഞ് ഈ വീട്ടിൽ നമ്മുടെ എല്ലാവരുടെ ഒപ്പം വളരേണ്ടതാ. ഏട്ടാ, പ്ലീസ്, ഈ ഒരു തവണത്തേക്കും കൂടി ക്ഷമിക്ക. ഏട്ടാ, ഞാനല്ലേ പറയുന്ന, പ്ലീസ് ഏട്ടാ, പ്ലീസ്. പ്ലീസ് ഏട്ടാ. ശ്യാമേ, താങ്ക്സ്. ദേ, ഇനി അമ്മയും മോളും ഇത്തരം കോമഡികളൊന്നും ഇവിടെ കാണിക്കരുത്, മനസ്സിലായോ? എല്ലാം മനസ്സിലായി ശ്യാമേ. മോളെ, ആ പോണില്ലേ ശ്യാമ, അവള് തന്ത്രശാലിയാ. ബുദ്ധിപൂർവ്വം എന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചത് അവളാ ശ്യാമയാ. എന്നിട്ടിപ്പോ എല്ലാം സോൾവ് ചെയ്യാൻ വന്നിരിക്കുന്നു. എല്ലാം അവളുടെ ട്രിക്കാ. ഞാൻ പറഞ്ഞില്ലേ, ശ്യാമ എന്റെ ഇവിടുത്തെ മുഖ്യ ശത്രുന്ന്. ഇപ്പൊ മമ്മയ്ക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. എനിക്ക് ശ്യാമയെ ശരിക്കും മനസ്സിലായി. ആ ശ്യാമയ്ക്കിട്ട് നല്ല പണി കൊടുക്കണം. അത് ഞാൻ ചെയ്യും, ചെയ്തിരിക്കും. ഈ സുരഭിയ പറയുന്നത് ചെയ്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.